ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. പല ആൾക്കാരും അവിടെ വെച്ചിട്ട് തിരിഞ്ഞു പോവാറുമുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേക സീറോ റേറ്റ് കേസ് ആണ് അവിടെ. ഒരുപാട് എത്ര പൈസ തന്നാലും ഞങ്ങള് കൊണ്ടുപോയില്ല, നിങ്ങളുടെ ലൈഫാണ് ഞങ്ങൾക്ക് മുഖ്യം എന്ന് പറഞ്ഞു. അമ്പൂരി വനത്തിലൂടെ സൗപർണികയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ആഫ്രിക്ക. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. അടൂരിൻ്റെ മണ്ണ് നിരവധിയായ കലാകാരന്മാർക്കും പ്രതിഭാശാലികൾക്കും ജന്മം നൽകിയ നാടാണ്. അടൂർ ഗോപാലകൃഷ്ണനും അടൂർ ഭവാനിയും അടക്കം ഉള്ള ആളുകൾ ചരിത്ര മേഖലയിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ്. അവർ അടൂരിൻ്റെ പേരും പ്രശസ്തി കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിലുമൊക്കെ എത്തിച്ച ആളുകളാണ്. അതോടൊപ്പം തന്നെ മണക്കാല ഗോപാലകൃഷ്ണൻ സാറ് സംഗീത ലോകത്ത് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അടൂരിൻ്റെ പേരും പ്രശസ്തി ഉയർത്തി. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യാത്രകളെ ഇഷ്ടപ്പെട്ട് സാഹസികത ഇഷ്ടപ്പെടുന്ന അടൂരിൻ്റെ ഒരു യുവതിയുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയായിരിക്കാം, ചില ആളുകൾക്ക് അറിയില്ലായിരിക്കും. അത്തരത്തിലുള്ള അടൂരിൻ്റെ പേരും പ്രശസ്തിയൊക്കെ സാഹസിക യാത്രകളിലൂടെ ആഫ്രിക്കൻ പർവ്വത നിരകളെ കീഴടക്കിയ, എവറസ്റ്റ് കീഴടക്കിയ പ്രിയപ്പെട്ട അടൂരിൻ്റെ സ്വന്തം നാട്ടുകാരിയായ ശ്രീ സോനു സോമനെയാണ് നമ്മൾ ഇന്ന് വാർത്ത 24 അടൂരിൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോനു നമസ്കാരം. ഓണനാടിൽ അത്തരത്തിലുള്ള സാഹസിക യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്നു, അതോ കുടുംബവുമായിട്ട് വീട്ടിൽ കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? സാഹസിക യാത്രകൾ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യയിലെ തന്നെ ഒരു വലിയ അയൺ ലേഡി എന്നൊക്കെ അറിയപ്പെടുന്ന അരുണിമ സിൻഹ, പുള്ളിക്കാരിയുടെ ഒരു ജീവിതചരിത്രം അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം. കാരണം അവർ ഇന്ത്യയിൽ ഒരു വോളിബോൾ പ്ലെയറായി അറിയപ്പെടേണ്ട വ്യക്തിയായിരുന്നു. ട്രെയിൻ യാത്രയിൽ കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയൊക്കെ അക്രമത്തിന് വിധേയമായി ട്രെയിനിൽ നിന്ന് മറിഞ്ഞു വീഴുകയും അവരുടെ കാല് നഷ്ടപ്പെടുകയും ചെയ്ത് അങ്ങനെ നമ്മളെ ഒരു സാധാരണ ഒരാൾ ആയിക്കഴിഞ്ഞാൽ അവർ വളരെയധികം ഡെപ്പായി പോകുന്ന സമയത്താണ് അരുണിമ സിൻഹ പത്രത്തിൽ എവറസ്റ്റ് കൊടുമുടിയുടെ പടം കാണുകയും തൻ്റെ സഹോദരനോട് പറയണം എനിക്കിത് കീഴടക്കണമെന്ന് ആഗ്രഹം പറയുകയും ചെയ്തു. അങ്ങനെ അവർ മുഴുവനും ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി. ഇന്ന് അവർ 7 വൻകരകളിലെയും പർവ്വതങ്ങളെ കീഴടക്കി അവസാനമായി അന്റാർട്ടിക്കയിലെ ഒരു പർവ്വതനിലയും കീഴടക്കി വന്നിരിക്കുകയാണ്. അവർക്ക് രാജ്യം പത്രശ്രീയൊക്കെ കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്പിറേഷൻ എന്തെങ്കിലും കിട്ടിയിട്ടാണോ താങ്കളും ഇത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് കടന്നു പോകുന്നത്? ഇല്ല, അതുപോലെ യാതൊരു ഇൻസ്പിറേഷനും ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു പാഷനോ ഒന്നും എടുത്ത് പറയാനില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഇതേപോലെ തന്നെ ഒരു ആക്സിഡന്റ് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പർവ്വതാരോഹണം പാഷനാക്കി മാറ്റാൻ ഒരു കാരണമായത്. അപ്പോൾ ആദ്യമായി ഏത് മലനിരയാണ് ചെയ്യുന്നത്? ആദ്യം എന്ന് പറയാനായിട്ട് ബാംഗ്ലൂരിൽ ജോലി ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്താണ് എനിക്ക് ഈ ആക്സിഡന്റിന്റെ കാര്യം പറയാനുള്ളത്. ഇവിടെ നാട്ടില് വെക്കേഷന് വന്ന സമയത്ത് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റ് വയ്ക്കാതെ പോയപ്പോൾ പട്ടി കുറിക്കാതിട്ട് കണ്ണ് രണ്ടും ചെന്ന് റോഡിലിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ണിൻ്റെ റെറ്റിന് രണ്ടും ചതഞ്ഞിട്ട് വിഷൻ പോവായിരുന്നു എനിക്ക്. അങ്ങനെ 80% വിഷൻ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4 വർഷത്തോളം ട്രീറ്റ്മെൻ്റ് ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എനിക്ക് ഇനിയും അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ദൂരക്കാഴ്ച ഉണ്ടാവില്ല, ഈ അടുത്തുള്ളതും വർഷങ്ങൾ കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത്രയും നാൾ ഞാൻ എന്തിനാണ് ജീവിച്ചത്, ഇനിയും എനിക്ക് ഇനി കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ കുറേ യാത്ര ചെയ്യണം. അതുവരെ വീട്ടിലൊക്കെ പറയായിരുന്നു കല്യാണത്തിന് ശേഷം മതി യാത്ര ചെയ്യുന്നത്, എല്ലാവരുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് മതി എന്നൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ വീട്ടിലും സമ്മതിച്ചു. ഓക്കെ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ഇഷ്ടംപോലെ ആയിക്കോളൂ എന്നൊക്കെ. അങ്ങനെയാണ് യാത്രകൾ. അങ്ങനെ ആദ്യമായി പോയത് എവിടെയാണ്? ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂരുള്ള കുറച്ച് ചെറിയ ചെറിയ മലകളിൽ മുകളിൽ പോയിട്ട് സൺറൈസ് ഒക്കെ കാണാൻ തുടങ്ങി. അന്നേരമാണ് എനിക്ക് അന്നേരം നല്ല ഡിപ്രഷനുള്ള സമയമായിരുന്നു അതൊക്കെ. സൺറൈസ് കണ്ട സമയത്ത് എവിടുന്ന് ഒരു എനർജി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ വന്നു. പിന്നെ ഒരു സമയത്താണ് എനിക്ക് തോന്നിയത് കാഴ്ച പോകുന്നതിന് മുന്നേ എവറസ്റ്റ് എൻ്റെ കണ്ണുകൊണ്ട് കാണണം എന്ന് തോന്നിയിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ട്രെയിനിങ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ഹൈറ്റ് കൂടി, ഞാൻ ബേസ് ക്യാമ്പ് വരെയാണ് പോയത്. അന്നേരം നമ്മൾ ജിമ്മിൽ പോവുക, പിന്നെ യോഗ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഓരോ ഹൈറ്റ് കൂടിയ മലകളും കയറി തുടങ്ങിയിട്ട് എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് പറയാനുള്ളത് തിരുവനന്തപുരം അഗസ്ത്യാർ കൂടത്തിലോട്ടായിരുന്നു. അത് 44 കിലോമീറ്റർ ആയിരുന്നു, 3 ദിവസത്തെ ട്രെക്ക്. ഈ ബേസ് ക്യാമ്പിൽ പോകുമ്പോൾ ആരും സ്പോൺസർ ഉണ്ടായിരുന്നോ അതോ സ്വന്തമായി? ഇല്ല, എനിക്ക് ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു. ആ ഒരു സേവിങ്സ് ചേർത്ത് വെച്ചിട്ടാണ് പിന്നീട് ഇപ്പോൾ ഈ ടാൻസാനിയയിലുള്ള ഈ ആഫ്രിക്കയിലുള്ള കിളിമഞ്ചാരോയുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ്? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 9 പേരായിരുന്നു ഉള്ളത്. അതിൽ 7 പേരും മലയാളികളായിരുന്നു.
അതിൽ ഒരാൾക്ക് മാത്രമാണ് കയറാൻ പറ്റാഞ്ഞത്. ബേസ് ക്യാമ്പിനെക്കാട്ടിലും ബേസ് ക്യാമ്പ് 17,500 അടിയാണ് ഹൈറ്റ് വരുന്നത്, ഇത് 19,800 അടി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വ്യത്യാസം അല്ലേ എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് മീറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു 500 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കിളിമഞ്ചാരോ. അപ്പോൾ അവർക്ക് ഓക്കെ 500 മീറ്റർ അല്ലേ, അത് നമുക്ക് സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ കിളിമഞ്ചാരോയിൽ കീഴടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 വ്യത്യസ്തമായ റൂട്ടുകളാണുള്ളത്. അതിൽ ഞാൻ സെലക്ട് ചെയ്തത് മച്ചാമയെന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടാണ്. ആദ്യം മുതലേ കയറ്റമാണ്, ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ റൂട്ടിനകത്ത്. തുടക്കം തൊട്ടേക്ക് ഏറ്റവും ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാമിനയൊക്കെ നന്നായിട്ട് കുറയാൻ തുടങ്ങി. ഓക്സിജൻ്റെ ലെവൽ ആദ്യം ഒരു റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റിൽ കൂടെ പോയ സമയത്ത് ഓക്കെ, നമുക്ക് ഓക്സിജൻ്റെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കയറുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം കൊണ്ട് ഓക്സിജൻ്റെ ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടേ. ഒരു സൈഡിന്റെ അഗ്നിപർവ്വതത്തിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ഇതിന് 3 നിരകളായിട്ടുള്ള ഒരു പർവ്വതമാണെന്നാണ് നമ്മൾ എനിക്കറിയാൻ സാധിച്ചേക്കുന്നത്. അതെ അതെ അതെ, 3 പർവ്വതങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അതിൽ ഉക്കുറു പീക്കാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് നടന്നു പോകേണ്ടത്. അപ്പം ഓരോ പാറകളും ഇങ്ങനെ ലാവ ഉറങ്ങിയിട്ടുള്ള പാറകളാണ്. ഇപ്പോൾ അത് ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഉരുകിക്കൊണ്ടേയിരിക്കുകയെന്നാണ് ഇപ്പം പഠനങ്ങൾ തെളിയിക്കുന്നത്. അതെ, ഗ്ലോബൽ വാർമിംഗ് കാരണം ഇനിയും കിളിമഞ്ചാരോ, ആഫ്രിക്കയിൽ മഞ്ഞുള്ള ഒരു മൗണ്ടൻ കിളിമഞ്ചാരോ മാത്രമാണ്. പക്ഷെ ഗ്ലോബൽ വാർമിംഗ് കാരണം ഇനി കുറച്ച് വർഷം കഴിഞ്ഞാൽ അവിടെ കിളിമഞ്ചാരോ 30 കൊല്ലത്തോളം കഴിയുമ്പോൾ അപ്രത്യക്ഷമാവുമെന്നാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ അത് വലിയ ഒരു അതായത് ഫിസിക്കൽ സ്ട്രെങ്ത് എങ്ങനെയാണ് കൈവരിച്ചത്? നമുക്ക് വേണമെങ്കിൽ അഡ്വഞ്ചർ മൗണ്ടനിയറിംഗ് കോഴ്സ് ഉണ്ട്, BMC AMC എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് ഹിമാചലിലും ഉത്തരകാശി എന്നൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണ്. അപ്പം ഒരു വർഷം അവർ ഇത്ര കുറച്ച് 10-25 പേർക്ക് അല്ലെങ്കിൽ 40 പേർക്കൊക്കെ കൊടുക്കത്തുള്ളൂ. കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതിന് വരെ ഇത് ഞാൻ ജിമ്മിൽ പോയി. ഇതിനെ ഞാൻ ഇപ്പം ഇത് നമ്മുടെ ഒരു ഇന്ത്യ അല്ല, ആഫ്രിക്കൻ കൺട്രിയാണ്. ടാൻസാനിയ പോലുള്ള വളരെ ദരിദ്ര രാഷ്ട്രം. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഇതിനകത്തുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണിത് നേടിയെടുത്തത്? നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ എടുക്കുന്നുണ്ട്. പാക്കേജ് എടുക്കാതെ അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പൊ 3 ലക്ഷം രൂപയോളം ആവും അതിന്റെ അതിന് സ്പോൺസർ ഒന്നും കിട്ടിയായിരുന്നു? സ്പോൺസർ കുറച്ച് കിട്ടി, കുറെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മൗണ്ടനറിംഗ് ഫീൽഡ് അധികം ആർക്കും അറിയില്ല കൂടുതലും. പിന്നെ അവര് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ആ പൈസ നഷ്ടമാണല്ലോ. അപ്പം അങ്ങനെ ഒരു വിശ്വാസക്കുറവിന്റെ പേരിൽ സ്പോൺസർഷിപ്പ് തരാതിരുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇത് മൗണ്ട് ഫിസിക്കൽ ഫുഡ് ഒക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഈ മൗണ്ട് കയറുമ്പോൾ? മൗണ്ട് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഇത്രയും ദിവസം വെജിറ്റബിൾസ് ആയിരിക്കും കഴിക്കും, നോൺ വെജ് കഴിക്കാറില്ല പൊതുവെ. പിന്നെ നമ്മൾ നട്ട്സ്, പിന്നെ ഗ്ലൂക്കോസ്, എനർജി കിട്ടുന്ന ഡേറ്റ്സ്, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ ഒരു 8 കിലോയുടെ ബാക്ക് പാക്ക് കാണും. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കൂടെ കോട്ടാസ് ഒക്കെ ഉണ്ട്, അവർ ചുമന്നുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ അപ്പോൾ അത് കീഴടക്കിയ അല്ലെങ്കിൽ ആ കിളിമഞ്ചാരോയുടെ ടോപ്പിൽ നിൽക്കുമ്പോൾ എന്താണ് സോനുവിന് അനുഭവപ്പെട്ട ഒരു സന്തോഷം, എന്തുവാണ് ഒരു ഫീൽ എന്താണ്? കിളിമഞ്ചാരോയുടെ ടോപ്പിൽ എത്തുന്നതിനേക്കാട്ടിലും മുതൽ 3ാമത്തെ ദിവസം ഒരു ബറാഫോ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മുടെ സ്റ്റാമിന എത്രത്തോളം ഉണ്ടെന്ന് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കൂടെയുള്ള ഗൈഡ്സ് തീരുമാനിക്കുന്നത് നമുക്ക് കിളിമഞ്ചാരോയുടെ ടോപ്പിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ. അത് ഫുള്ള് റോക്ക് ക്ലൈമ്പിംഗ് ആണ്. അതൊരു 70 അടി ഹൈറ്റ് എങ്ങാണ്ടുള്ള ഒരു പാറ, ലാവ ഉറഞ്ഞുണ്ടായ ഒരു പാറയാണ്. അത് ഫുള്ള് നമ്മുടെ കൈയും കാലും മാത്രം യൂസ് ചെയ്ത് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് മാത്രം കഷ്ടിച്ചേ കയറാൻ പറ്റുള്ളൂ. ഇൻ കേസ് നമ്മുടെ ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. പല ആൾക്കാരും അവിടെ വെച്ചിട്ട് തിരിഞ്ഞു പോവാറുമുണ്ട്. അത് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ കുട്ടിക്ക് പറ്റുമെന്നുള്ളത് ഗൈഡ് തീരുമാനിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പം അങ്ങനെ ഹൈറ്റിൽ നിൽക്കുകയാണ് പാറ. അവർ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ബാഗ് ഉണ്ടാവില്ല, സ്റ്റിക്ക് കുത്തിയാണ് നമ്മൾ നടക്കുന്നത്, സ്റ്റിക്കില്ല, നിങ്ങളുടെ കൈയും കാലിനും എത്രത്തോളം ബലമുണ്ട്, നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്രാവശ്യം അറിയാമെന്ന് പറഞ്ഞിട്ട് അത് കയറിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു നിമിഷം. പിന്നെ എനിക്ക് സൺറൈസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്യുന്ന ദിവസം രാത്രി 10 മണിക്ക് ട്രെക്കിംഗ് തുടങ്ങിയിട്ട് ഒരു വെളുപ്പിന് ഒരു 6 മണിക്ക് അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ എൻ്റെ സ്റ്റാമിന വളരെ കുറവായിരുന്നു. അന്ന് എനിക്ക് പെട്ടെന്ന് അവിടുത്തെ ക്ലൈമറ്റ് പറയുമ്പോൾ ചുമയൊക്കെ വരും. ചുമ വരുമ്പം ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു. പക്ഷെ നമ്മളങ്ങനെ ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നു, ബോഡി എഫക്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് സ്ട്രെങ്ത് ഒക്കെ നല്ല കുറഞ്ഞിട്ട് രാത്രി 10 മണിക്ക് തുടങ്ങിയ ട്രെക്കിംഗ് എനിക്ക് തീരുന്നത് രാവിലെ 9:30 ആയപ്പോഴാണ്. അത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് സൺറൈസ് കാണാൻ പറ്റി. സൺറൈസ് കണ്ടപ്പോൾ ഈ ഫുള്ള് വെള്ള നിറമാണ് അവിടെ. മേഘങ്ങൾ ഏതാണ് മഞ്ഞ് ഏതാണ് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ സൺറൈസ് കണ്ടപ്പോൾ സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും ഒരു സന്തോഷകരമായ നിമിഷം. അപ്പം പിന്നെ ഈ എത്ര ദിവസം കൊണ്ട് അവിടെ എത്തിയ ഈ
മുകളിലെത്തി? 7 ദിവസത്തെ ട്രെക്കിംഗ് ആണ് എടുത്തത്. മാക്സിമം 9 ദിവസമാണ് ഈ ഒരു കിളിമഞ്ചാരോ ട്രെക്കിങ്ങിന് നമ്മൾ എടുക്കുന്നത്. 5 ദിവസം കൊണ്ട് കയറിയിട്ട് 2 ദിവസം കൊണ്ട് തിരിച്ചു കൂടെ 8 പേരിൽ ഒരാൾക്ക് കയറാൻ പറ്റില്ല. ഈ ഓക്സിജന്റെ പ്രശ്നം ഉണ്ടായിട്ട് അൺകോൺഷ്യസ് ആയി വീണിട്ട് മലയാളിയായിരുന്നു അതോ? മലയാളി കുട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ വേറൊരാൾക്കും ഓക്സിജൻ കൊടുത്തിട്ടാണ് തിരിച്ചിറക്കിയത്. നമ്മൾ ഈ മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഓക്സിജൻ നമ്മളൊരു 5 ലിറ്ററിന്റെ ഓക്സിജൻ കൊണ്ടാണ് മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ അവർ ലാസ്റ്റ് ദിവസം 1 മിനിറ്റിൽ നമ്മൾ ഇത്ര സ്റ്റെപ്പ് വെക്കുന്നുണ്ടെന്ന് ഗൈഡ് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ കൂടാനും പാടില്ല, കുറയാനും പറ്റില്ല. ബേബി സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ കുട്ടിക്ക് കയറാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഓക്സിജൻ്റെ കുറവ് കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഓക്സിജൻ കൊടുത്തിട്ട് അവർ താഴോട്ട് ഇറക്കത്തേ ഉള്ളൂ, മുകളിലോട്ട് കയറാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കൂടെ ജർമ്മനിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫാമിലിയായിട്ടൊക്കെ വന്നതാണ്. അവരപ്പോൾ അതിൽ ഒരാൾക്ക് വയ്യ തോന്നും, തീരെ വയ്യ. ഓക്സിജനൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ പൈസ തരാം, എത്ര പൈസ വേണമെങ്കിലും തരാം, എന്നെ എൻ്റെ ടോപ്പിൽ എത്തിക്കണം, എനിക്ക് അതിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇനി എത്ര പൈസ തന്നാലും ഞങ്ങൾ കൊണ്ടുപോയില്ല, നിങ്ങളുടെ ലൈഫാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അന്നേരം അവർ പറഞ്ഞു, നിങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ ടോപ്പിലെത്തുക എന്നുള്ളതാണ്. പലരും വീഴും, പലരും തിരിഞ്ഞ് നടക്കും, പക്ഷെ നിങ്ങൾ എത്രയും മുന്നോട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ അനുവാസിമിജിയുടെ കാര്യം പറഞ്ഞു. അവർ ഇപ്പം ഒരു വികലാംഗയായ ഒരു സ്ത്രീയാണ്. അവരിപ്പം ഈ 7 വൻകരകൾ അങ്ങനെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടോ ഇനി മറ്റ് ഒരു ഫോക്കസ് ചെയ്യുന്നത് വേറെ? അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ആദ്യം ബേസ് ക്യാമ്പിൽ പോയപ്പോൾ വിചാരിച്ചു, ഓക്കെ ബേസ് ക്യാമ്പ് കൊണ്ട് നിർത്താനൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഇനി ഇത് വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അച്ഛനും അമ്മയൊക്കെ എന്താ പറയുക? അമ്മ ഇപ്പം ഓക്കെയാണ്, അമ്മ ഫുൾ സപ്പോർട്ടാണ്. അച്ഛൻ കുറച്ചും കൂടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ കുറെ പറഞ്ഞ് പേടിപ്പിക്കും. അതുകൊണ്ട് പിന്നെ ഓരോ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം, ഈ ആഫ്രിക്കയൊക്കെ പോകുമ്പം ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സ്ത്രീകൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ആഫ്രിക്ക. ആളുകളുടെ പ്രതികരണം, മലയാളികളെ കണ്ടപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം, നമ്മൾ ഭയങ്കര കെയറിങ് ആണ്. അവര് നമ്മളെ ഡാഡ എന്നാണ് വിളിക്കുന്നത്, സിസ്റ്റേഴ്സിനെ. അവര് ഡാഡ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ 100% അതിന് നീതി പുലർത്തിയിരിക്കും. മറ്റു രാജ്യങ്ങളൊക്കെ സേഫ് ആയ കൺട്രിയാണ്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകത 0 റേപ്പ് കേസ് ആണ് അവിടെ. അങ്ങനെ ഒരു സ്ത്രീകൾക്ക് സേഫ്. പക്ഷെ അവിടെ മോഷണമൊക്കെ ഉണ്ട്. ഇതുപോലെ അവിടെ കൂടുതലും ഗോൾഡ് മൈനിങ് ഉള്ള ഏരിയ ആണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. അപ്പം അങ്ങനെ രാത്രിയിലൊക്കെ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുവാണെങ്കിൽ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അല്ലാതെ ആൾക്കാരോടുള്ള സമീപനം നല്ലതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരാളെ ഉള്ളൂ? അനിയനുണ്ട്. അനിയൻ വെറ്റിനറി ഡോക്ടറാണ്. അനിയൻ എങ്ങനെയുണ്ട് ഈ കാര്യത്തിലൊക്കെ സപ്പോർട്ടാണ്? എനിക്കിഷ്ടം. വീട്ടിലാദ്യം പപ്പയൊക്കെ പറയായിരുന്നു, നീ ഇത്രയും പഠിച്ചിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ഇങ്ങനെ മല കയറി നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അവൻ വന്നിട്ട് പറഞ്ഞു, അവൾക്ക് ഇതാ ഇഷ്ടമെങ്കിൽ അവൾ ഇതൊരു പാഷനും പ്രൊഫഷനും ഒക്കെ ആക്കിക്കോ. പൊതുവെ മലയാളികളായ ആളുകൾ ഈ സ്ത്രീകളൊക്കെ ഇത്തരത്തിൽ പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ശൈലിയിലൊക്കെ സംസാരിക്കും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്? ഇതുവരെ ഇല്ല കേട്ടോ. അതെനിക്ക് കാരണം ഞാൻ പോയിട്ട് വരുമ്പോൾ എന്നെക്കാട്ടിലും ഇവിടെ ഉള്ള ആൾക്കാരാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്. സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരുപാട്. കാരണം ഇത്രയും എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് കുറെ പേരുണ്ടായിരുന്നു, അവർക്കൊന്നും കിട്ടാത്ത സപ്പോർട്ട് സ്നേഹമാണ് എനിക്ക് എപ്പോഴും ഇതുവരെ എല്ലാവരും തന്നിട്ടുള്ളത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് എന്തോ പരിപാടി? ഓണമായിട്ട് ഇനി പപ്പ വരുന്നത് കൊണ്ട് വീട്ടിലാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയേനെ. ഗുരുവായൂരപ്പന്റെ ഭക്തയാണോ? ഗുരുവായൂരം ഇത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി. കാരണം ആക്സിഡന്റ് ഉണ്ടായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഇവിടെ വേണ്ട കാഴ്ചക്ക് ഇങ്ങനെ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ചെന്നിട്ടാണ് പ്രാർത്ഥിച്ചത് ലാസ്റ്റ്. അന്ന് തൊട്ടാണ് പിന്നെ എനിക്കൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഒരു ഡോക്ടറിനെ പരിചയപ്പെട്ട് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ശ്രമിച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ആക്സിഡന്റിന് ശേഷം ഇപ്പം വിഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണാടി ഇല്ലാതെ തന്നെ എനിക്ക് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് അഗസ്ത്യാർകൂടം പോണ സമയത്ത് എനിക്ക് തിരുമേനി അവിടെ നിന്ന് തന്നാണ് ഇത് കൂടെ കാണും എപ്പോഴും ഉളനാട് ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു ഭക്തയാണ്. കല്യാണത്തെ പറ്റിയൊക്കെ ആലോചിക്കുന്നില്ല? അതോ ഇനി പർവ്വത ആരോഹകനെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആരും കണ്ടുവച്ചിട്ടില്ല. അതിന് കല്യാണത്തിനെക്കാട്ടി ഇമ്പോർട്ടൻസ് ഞാൻ എപ്പോഴും ഇടുന്നു യാത്രയാണ്. ഇനി എന്താണ്, ഏത് ട്രിപ്പാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്? ഇനി എനിക്ക് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കുകളെല്ലാം കയറണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം അടുത്തത് ഇനി മാനമുടി പോകണം എന്നാണ് ഒരാഗ്രഹം. അല്ലെങ്കിൽ പിന്നെ കുടജാദ്രിയിൽ അമ്പൂരി വനത്തിലൂടെ സൗപർണികയുടെ ഉത്ഭവസ്ഥാനത്തേക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ട്. കാട്ടിനകത്തൂടെ അത് പോകണമെന്നൊരാഗ്രഹമുണ്ട്. സോനുവിനായ ഒരു ടീമുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഞാൻ കൂടുതലും തനിച്ചാ പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ടിട്ട് അങ്ങ് പോകണം. ടീമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
ആഗ്രഹമുണ്ട്. ഇല്ല, നമ്മൾ എന്തെങ്കിലും ട്രിപ്പൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ആഗ്രഹമുള്ളവർ കൂടെ വരാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകും. എനിക്ക് ആഗ്രഹമുണ്ട് കുട്ടികളെയൊക്കെ ഇതെന്താണെന്ന് അറിയിക്കണം എന്നൊക്കെ. സൗഹൃദങ്ങളൊക്കെ യാത്രകളിലൂടെ ഉണ്ടാക്കിയ സൗഹൃദങ്ങളാണ് ഒരുപാട്. അപ്പം ഈ ഇനിയുള്ള യാത്രകൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല? ഞാൻ ഒത്തിരി പ്ലാൻ ചെയ്യാറില്ല. എനിക്കിനിയും അടുത്ത 7 സബ്മിറ്റ് ആണ് എൻ്റെ ലക്ഷ്യം. അപ്പം റഷ്യയിൽ പോകണമെന്നുണ്ട്. മൗണ്ട് എൽബ്രോസ് ആണ്. അത് ഇന്ത്യയിലെ മുഴുവൻ പർവ്വതങ്ങളും കയറിയ ശേഷമാണ് ഇവിടെയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയില്ല. എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് നടക്കണമെന്നുണ്ട്. ഓക്കെ. സോനു ആഫ്രിക്കൻ മലനിരയായ ടാൻസാനിയിലുള്ള കിളിമഞ്ചാരോ ഒക്കെ കീഴടക്കി, എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് കീഴടക്കി. ആ യാത്രയിലുണ്ടായ അനുഭവങ്ങളെല്ലാം പ്രിയപ്പെട്ട വാർത്ത 24 പ്രേക്ഷകർക്ക് മുന്നിൽ പറയുകയുണ്ടായി. അപ്പം അടൂരിൽ ഞാൻ പറഞ്ഞു, നിരവധിയായ കലാകാരന്മാർക്കും ചലച്ചിത്ര നടന്മാർക്കും അതോടൊപ്പം തന്നെ നിരവധിയായ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ജന്മം നൽകിയ നാടാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു യുവതി യാത്രകളോട് ഭ്രമമായിക്കൊണ്ട് മലനിരകളെ കീഴടക്കാനുള്ള ആവേശത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആഫ്രിക്കൻ വൻകരയടക്കമുള്ള 7 വൻകരകളും അവിടുത്തെ പർവ്വതങ്ങളുമൊക്കെ കീഴടക്കുവാൻ സോനുവിന് കഴിയട്ടെ. അടൂരിൻ്റെ അഭിമാനമായി, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അഭിമാനമായി മാറുവാൻ സോനുവിന് കഴിയട്ടെ. അതിന് എല്ലാവിധ ആശംസകളും വാർത്ത 24ൻ്റെയും അടൂരിൻ്റെയും പേരിൽ ഞങ്ങൾ നൽകുകയാണ്. അപ്പം നല്ല ഒരു ഓണം സോനുവിന് ആശംസിക്കുന്നു. അപ്പം ഈ ഓണം സാഹസിക യാത്രയിലൂടെ അടിച്ചു പൊളിക്കട്ടെ, അല്ലെങ്കിൽ ഓണത്തിന് ശേഷം മുന്നോട്ട് പോകുന്നെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആരോഗ്യങ്ങളും സോനുവിന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.